ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ തൃശൂരിൽ CPM-ന്റെ ജനകീയ പ്രതിഷേധം. ED കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഏതു ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് എടുക്കാറുണ്ട്. ജയിലിനെ പേടിച്ച് കൊടി താഴെ വയ്ക്കുന്നവരുടെ പാർട്ടിയല്ല CPM എന്നും A. വിജയരാഘവൻ. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കും. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും പരുതൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് ജില്ലാ ഭരണകൂടങ്ങൾ. പാലക്കാട്ട് ആദ്യഘട്ട പരിശീലന പരിപാടികൾ തുടങ്ങി. പ്രാഥമികമായി നടക്കുക വോട്ടർ പട്ടിക ശുദ്ധീകരണം. ഒരുക്കങ്ങൾ ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ നേതൃത്വത്തിൽ. മോട്ടോർ വാഹന മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ വർഷവും കൂടി വരികയാണെന്ന് K. ബാബു MLA. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കലല്ല സർക്കാരിൻ്റെ ജോലിയെന്നും MLA. പട്ടാമ്പി RTO ഓഫീസിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ധർണ. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് മുഖ്യ ആവശ്യം. മഴ ശക്തമാകുമ്പോൾ കരുതലോടെ നാട്. പട്ടാമ്പിയിൽ MLA-യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. അപകടാവസ്ഥയിലായ സ്വകാര്യ പൊതു സ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയുണ്ടാകും. വിവിധ പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതികൾ തുടരും. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിലെ ഷട്ടറുകൾ ഇനിയും ഉയർത്തിയില്ല. മഴ ശക്തമാകുമ്പോഴും ഷട്ടറുകൾ ഉയർത്താത്തത് തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന ആശങ്ക. തീരവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. പട്ടാമ്പി കിഴായൂരിൽ കുളത്തിലെ മീനുകൾ കൂട്ടമായി ചത്തുപൊന്തുന്നു. മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് മത്സ്യസമൃദ്ധി പദ്ധതി നടപ്പാക്കുന്ന ആനങ്ങാട്ടുകുളത്തിൽ. ആശങ്കയോടെ ജനങ്ങൾ. നഗരസഭാ അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധവുമായി CPM. തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ED കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിൻ്റെ തിരക്കഥയാണെന്ന് വിജയരാഘവൻ ആരോപിച്ചു. കരുവന്നൂർ കേസിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള നേതാക്കളെ ഒന്നടങ്കം പ്രതി ചേർത്തത് ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ലോക്കൽ തലങ്ങളിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലം വരെ വിശദീകരണ യോഗങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. CMS സ്കൂൾ പരിസരത്ത് നിന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്കാണ് തൃശൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കുന്ന നടപടിയല്ല കരുവന്നൂരിൽ ED ചെയ്തത്. പണം കൊണ്ടുപോയവനെ മാപ്പുസാക്ഷിയാക്കുന്ന നടപടിയാണ് ED സ്വീകരിച്ചതെന്നും A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ED കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിൻ്റെ തിരക്കഥയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഏതു ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസെടുക്കാറുണ്ട്. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല ഇത്. EDക്കെതിരെ സുപ്രീം കോടതി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യമുണ്ട്.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1000 കേസ് ചാർജ് ചെയ്താൽ 7 കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. കെ രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ED പറയുന്നത്. ലോകാവസാനം വരെ എണ്ണിയാലും ഇത് തീരില്ലെന്നും എ വിജയരാഘവൻ പരിഹസിച്ചു. ഇപ്പൊ കണ്ടിട്ടാണ് ഈ കേരള സംസ്ഥാനം അന്തംവിട്ട് നിൽക്കുന്നത്. രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുക ED, മനസ്സിലായോ? ലോകാവസാനം വരെ എണ്ണിയാലും 1 ഉറുപ്പിക പോലും ആ എണ്ണയിൽ നിന്ന് എണ്ണിയെടുക്കാൻ ഉണ്ടാവില്ല എന്ന് ഈ കേരളത്തിനറിയില്ലേ? ഒരു കളവ് പറയുമ്പോൾ അതിനൊരു മാന്യത വേണം. ഇതിനൊക്കെ വെള്ളം കൂട്ടാതെ വിഴുങ്ങാനുള്ള കളവുകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതി പോകരുത്. എന്തായി കാണിച്ചു? രാധാകൃഷ്ണൻ വിളിച്ചു വരുത്തല്ലോ. എനിക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ട്, ഈ വിളിച്ചു വരുത്തല് വിളിക്കുക, ഇരിക്കുക, കേസിലേക്ക് ചേർക്കുക, അതിനുകൊണ്ട് അവസാനത്തെ ഇല്ല. എല്ലാവരും വിളിച്ച് തീർന്നു. അപ്പൊ ഞാൻ അവസാനത്തെ വീട്ടിൽ ഒരാളെ കൂടി വേണം, ഒരാളെ കൂടി ചേർക്കണം. അത് തിരക്കഥയാണ്. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ED തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. EDയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിലാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന ജില്ലാ ഭരണകൂടം ആദ്യഘട്ടത്തിൽ ERO, AERO, ടെക്നിക്കൽ എന്നിവർക്ക് പരിശീലനം നൽകി. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും ആദ്യഘട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കെ പ്രാരംഭ ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ജില്ലാ ഭരണകൂടങ്ങളും. പാലക്കാട്ട് ഇതിന്റെ ഭാഗമായി പരിശീലന പരിപാടികൾ ആരംഭിച്ചു. ERO, AERO, ടെക്നിക്കൽ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. വോട്ടിരട്ടിപ്പ്, മരണപ്പെട്ടവർ, സ്ഥലത്തില്ലാത്തവർ, വിവാഹിതരായി സ്ഥലം മാറിപ്പോയവർ, ഗുരുതര രോഗബാധിതർ, കിടപ്പ് രോഗികൾ എന്നിവരെ കണ്ടെത്തി വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടിയാണ് പ്രാഥമികമായി നടക്കുന്നതെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു. വാർഡുകളുടെ എണ്ണം കൂടിയതോടെ ബൂത്തുകളുടെ എണ്ണവും വർദ്ധിക്കും. ഇതിനുള്ള ക്രമീകരണവും നടത്തേണ്ടതുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് വളരെ നേരത്തെ തന്നെ പ്രാരംഭ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്താകെ ഈ മാതൃക വ്യാപിപ്പിക്കുന്നതിനായി ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച സുസ്ഥിര തൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ 4 ഇരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി തുടർന്ന് എന്ത് എന്നതുകൂടി നമ്മൾ നിശ്ചയിക്കണം. ഇത്രയൊക്കെ ചെയ്തു സന്തോഷമായി, ഇനിയൊന്നും ചെയ്യേണ്ടതെന്നുള്ളതല്ല, ഇതിനടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. അതില് എനിക്ക് തോന്നുന്നു നമ്മൾ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതിവിടെ പറയേണ്ടതുണ്ട്. ഇതുവരെ ഇത് പ്രധാനമായിട്ടും നടന്നത് ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയായിട്ടാണ്. അത് പോരാ, ജനകീയമായിട്ട് മാറണം. കുറച്ചൊക്കെ മാറ്റമുണ്ട്, പക്ഷെ വേണ്ടത്ര വന്നില്ല. ഇതിന്റെ സാധ്യത ഇതൊന്നുമല്ല. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കൂടി രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഇതിന്റെ 4 ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കിണർ റീചാർജിങ്, അതുപോലെ തന്നെ പുരപ്പുറ റീചാർജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ സുസ്ഥിര തൃത്താല വികസന വീഡിയോ മന്ത്രി പ്രകാശനം ചെയ്തു. പരുതൂർ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ APM സക്കറിയ, VV ബാലചന്ദ്രൻ, T സുഹറ, വിജേഷ് കുട്ടൻ, PK ജയ, P ബാലൻ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാനിബ ടീച്ചർ,
കമ്മുകുട്ടി എടത്തോൾ, ബ്ലോക്ക് മെമ്പർ ഷൈമ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ പി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി സ്വാഗതവും DPO ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ഭാരതപ്പുഴയിലെ ഷട്ടറുകൾ തുറക്കാത്തതിൽ ജനങ്ങൾക്ക് ആശങ്ക. അടിയന്തരമായി ഷട്ടറുകൾ തുറക്കണമെന്ന് ചെറുതുരുത്തിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KA ജോസഫ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. എന്നാൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചു. ഇതോടെ തടയണയുടെ ഷട്ടറുകൾ മുൻകൂട്ടി തുറന്നു വയ്ക്കാമായിരുന്നു. വെള്ളം കുത്തിയൊലിച്ചു വരുന്ന നിലയിലാണ്. ഇതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന അറിയിപ്പുകളുടെ സാഹചര്യത്തിൽ തടയണയുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടണമായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. മുൻ വർഷങ്ങളിൽ മഴ ശക്തമാകുന്നതിന് മുൻപ് തടയണയുടെ ഷട്ടറുകൾ തുറന്നിരുന്നു. 2018 പ്രളയത്തിൽ തടയണ ദിവസങ്ങൾക്ക് മുമ്പ് തുറന്നത് വലിയ തോതിൽ പെട്ടെന്ന് കരയിലേക്ക് വെള്ളം കയറുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ തടയണ തുറക്കുന്നതിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. ഒഴുക്കു ശക്തമായതിനാൽ പുഴയിൽ ഇറങ്ങുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും പ്രത്യേകിച്ച് വലയുമായി മീൻ പിടിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അധികൃതരുടെ പ്രവൃത്തി തീരെ ശരിയായില്ലെന്നും അടിയന്തരമായി ഷട്ടർ തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് KA ജോസഫ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. അതായത് കേരളത്തിൽ മൊത്തത്തിൽ ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കൂടി ഈ മഴ നീണ്ടു നിൽക്കും ചുരുങ്ങിയതെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 3 ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ കൂടുതൽ വെള്ളം വന്ന് ഇരുകരയിൽ താമസിക്കുന്ന ആളുകളുടെ വീടിനും ജീവനും ഭീഷണിയാണ്. ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇന്നേ വരെ ഷൊർണൂർ ചെറുതുരുത്തി ചെക്ക് ഡാം തടയണ അതിൻ്റെ ഒരൊറ്റ ഇതുപോലും തുറന്നു വെച്ചിട്ടില്ല. അത് തുറന്നു വെച്ച് കുറച്ച് വെള്ളം ഒഴിവാക്കിയില്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഇരുകരയിലുമുള്ള ആളുകളുടെ വീടുകൾക്കും ജീവനും ആപത്തുണ്ടാവും. അക്കാര്യത്തിൽ ബന്ധപ്പെട്ട ശ്രദ്ധ വേണമെന്നും ചെക്ക് ഡാം തുറന്നു വയ്ക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPI ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമത്തിൻ്റെയും ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. CPI നേതാക്കളായ KP രാജേന്ദ്രൻ, മന്ത്രി K രാജൻ, VS സുനിൽകുമാർ, CN ജയദേവൻ, രാജാജി മാത്യു തോമസ്, AK ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മോട്ടോർ വാഹന മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ വർഷവും കൂടി വരികയാണെന്ന് നെന്മാറ MLA K ബാബു. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി RT ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K ബാബു MLA. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിലുദിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയല്ല സർക്കാരിൻ്റെ ജോലിയെന്നും K ബാബു MLA പറഞ്ഞു. ചെറുപ്പക്കാർക്കാവട്ടെ, അവനവൻ്റെ വീട്ടിലൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും യാതൊരു വിധത്തിലുള്ള നിബന്ധനയോ നിർബന്ധമോ ഇല്ലാതെ തന്നെ നേരിട്ട് വരാനും അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്ന ലേണിംഗ് ലൈസൻസും പിന്നീട് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്ന ഒരു അധ്യാപകൻ്റെ ഒരു പരിശീലകൻ്റെ പ്രവർത്തനം നടത്തി അതിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നവരാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള തൊഴിലാളികൾ. സ്വാഭാവികമായും ഡ്രൈവിംഗ് സ്കൂളിൽ മേഖല മാത്രമല്ല, 2019 മോട്ടോർ ആക്ട് ഭേദഗതി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള മോട്ടോർ മേഖലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. അതിൽ ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ മോട്ടോർ വാഹന നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനോ ടാക്സിക്കാരനോ അല്ലെങ്കിൽ ഒരു ടെമ്പോ ഓടിക്കുന്ന ആളുകളോ ബസ് ഡ്രൈവറോ ബസ്സിലെ കണ്ടക്ടറോ ആവട്ടെ കൊടുക്കേണ്ടി വരുന്ന ഫൈൻ എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളതാണ്. ഒരു ദിവസത്തെ വരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പി സബ് റീജിയണൽ ഓഫീസിൻ്റെ മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് CS രവി അധ്യക്ഷത വഹിച്ചു. കൃഷ്ണദാസ്, റോഷൻ,
ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കാലവർഷക്കെടുതികൾ വിലയിരുത്താൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ എത്രയും വേഗം മുറിച്ചുമാറ്റാനും യോഗം തീരുമാനിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കാലവർഷക്കെടുതികൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിലയിരുത്തി. മഴക്കാലത്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും ജാഗ്രത തുടരാനും യോഗത്തിൽ തീരുമാനമായി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടിയുണ്ടാകണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മോഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മഴ ഇനിയും ശക്തമാകാനാണ് സാധ്യതയെന്നും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ MLA പറഞ്ഞു. അത്യാവശ്യം ഡാമേജ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആളപായമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതുണ്ട്. മഴ പെയ്യുന്നതിൻ്റെ അളവും വളരെ കൂടുതലാണ്, കാറ്റിൻ്റെ വേഗതയും വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ നമുക്ക് ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്, റെഡ് അലർട്ട് ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഏത് നിമിഷവും പെരുമഴ പെയ്യുകയും നല്ല കാറ്റുണ്ടാകുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ താലൂക്കിലെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 9 വില്ലേജുകളിലായി 40 വീടുകൾ ഭാഗികമായി തകർന്നു. താലൂക്ക് തഹസിൽദാരാണ് ഇക്കാര്യം അറിയിച്ചത്. നഗരസഭാ പരിധിയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. വിവിധ പഞ്ചായത്തുകളിലെ പ്രശ്നങ്ങൾ പ്രസിഡന്റുമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കാറ്റിലും മഴയിലും മരങ്ങൾ വീണാണ് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നത്. ഇതിനാൽ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികളാണ് ആദ്യം ആവശ്യമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു. കാര്യക്ഷമമായ ഇടപെടൽ മൂലം വൈദ്യുതി തടസ്സം ഒരു പരിധിവരെ പരിഹരിക്കാൻ പ്രയത്നിച്ച KSEBയെ യോഗത്തിൽ അഭിനന്ദിച്ചു. മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനായി ട്രീ കമ്മിറ്റി വിളിച്ചു ചേർത്ത ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് MLA അറിയിച്ചു. റോഡുകളിലെ വെള്ളക്കെട്ടും തകർച്ചയും യോഗത്തിൽ ചർച്ചയായി. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെങ്കിപ്പനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ജാഗ്രത വേണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പരിമിതികളേറെയുണ്ടെങ്കിലും മരങ്ങൾ വെട്ടിമാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സത്വരമായി ഇടപെടുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കാൻ താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളിലെയും വിവരങ്ങൾ അതത് വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും അറിയിക്കണമെന്ന് തഹസിൽദാർ അഭ്യർത്ഥിച്ചു. MLAക്ക് പുറമെ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി, ഡെപ്യൂട്ടി കലക്ടർ സജീദ്, തഹസിൽദാർ TP കിഷോർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വില്ലേജ് ഓഫീസർമാർ, പൊതുമരാമത്ത്, ആരോഗ്യം, KSEB, പോലീസ്, അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശക്തമായ മഴയിൽ മനശ്ശേരിയിൽ വീടിൻ്റെ ചുമരിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിൻ്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. ഇന്ന് പുലർച്ചെ 5:30-ക്കായിരുന്നു സംഭവം. പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പൊളിച്ചുമാറ്റുകയായിരുന്ന പഴയ വീടിൻ്റെ ചുമരാണ് ഇടിഞ്ഞത്. സജീഷിൻ്റെ ഉപജീവനമാർഗമായിരുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഈ വാഹനം. പെട്ടെന്നുള്ള അന്ന് മഴയിൽ രാവിലെ 5:45-നാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ പെര പൊളിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. അപ്പോൾ അങ്ങനെ വീഴുകയാണ് ചെയ്തത്. വീടിൻ്റെ മേൽക്കൂര മുഴുവൻ പൊളിച്ചുമാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ചുമർ പൊളിച്ചുമാറ്റുന്നതിനു മുമ്പാണ് ശക്തമായ മഴ പെയ്തത്. മഴയത്ത് കുതിർന്ന ചുമർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ നിലംപൊത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മണ്ണൂർ 8-ാം വാർഡിൽ കിഴക്കുംപുറം തലവെച്ചപറമ്പ് രജീഷിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ മതിൽ പൂർണ്ണമായും വയലിലേക്ക് തകർന്നു. 90 അടി നീളവും 16 അടി ഉയരത്തിലും നിർമ്മിച്ച സുരക്ഷാ മതിലാണ് തകർന്നടിഞ്ഞത്. 90 അടി നീളവും 16 അടി ഉയരത്തിലും നിർമ്മിച്ച സുരക്ഷാ മതിലാണ് തകർന്നടിഞ്ഞത്. 6 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. 1.5 വർഷം മുമ്പാണ് സുരക്ഷാ മതിൽ നിർമ്മിച്ചത്. പുതുതായി നിർമ്മിക്കുന്ന വീട് നെൽവയലിന് സമീപമായതിനാൽ വീടിന്റെ സുരക്ഷയ്ക്കായി വയലിൽ നിന്നും കരിങ്കല്ല് ഉപയോഗിച്ച് 16 അടി ഉയരത്തിൽ സുരക്ഷാ മതിൽ കെട്ടിപ്പോക്കുകയായിരുന്നു.
മഴയിൽ സുരക്ഷാ മതിൽ തകർന്നടിഞ്ഞതോടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് തന്നെ വൻ ഭീഷണിയായി മാറി. ഏറെക്കുറെ നിർമ്മാണം പൂർത്തിയായ വീടിന് ഇളക്കം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് രജീഷും കുടുംബവും. സംഭവമറിഞ്ഞ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, വാർഡംഗം PC സുമ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അധികൃതരുടെ അടിയന്തര സഹായം ഉണ്ടാകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. രാത്രി 2:20 നല്ലൊരു ഇടിപൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. അത് കണ്ടിട്ട് പിന്നെ ഞാൻ 5 മണിക്കാണ് വന്ന് നോക്കിയത്. അപ്പോഴേക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഏകദേശം എത്ര ലക്ഷം റുപ്യ ചെലവായി? ഏകദേശം പറഞ്ഞപ്പോൾ ഞങ്ങൾ കെട്ടിയിട്ട് ഒരു 1.5 വർഷം തന്നെ ആയുള്ളൂ. 5-6 ലക്ഷം എന്താ പറയുക, ഏട്ടൻ അവിടെ കഷ്ടപ്പെട്ടു, അത് മൊത്തത്തിൽ ചെയ്തു. അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി രണ്ടാമത് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് പറ്റൂലല്ലോ പെട്ടെന്ന്. ഇനി ഉള്ള ആ വീട് എങ്ങനെയെങ്കിലും അതിനെ ബാധിക്കാത്ത രീതിക്ക് നിർത്താന്നാണ് ഇപ്പം നോക്കുന്നത്. നിലവിൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ എവിടെ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. മഴയാണെങ്കിൽ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പെട്ടെന്ന്. അതായത് ഈ മഴക്കാലം നേർത്തിയാവുകയും ചെയ്തു. ആ വീടിന് ബാധിക്കാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ കണ്ടത്തിൻ്റെ ആൾക്കാരൊന്നും ശല്യം ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വീടിന് ബാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയേ വേണ്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടായി മേഖലയിൽ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നു. മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു. ബുധനാഴ്ച രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും കോട്ടായി തെക്കേക്കാട് ഓമനയുടെ ഓടിട്ട വീട് മരം വീണ് തകർന്നു. ഒന്നാം വിള കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി ദിവസങ്ങളായി വെള്ളത്തിനടിയിലാണ്. തേനൂരിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. തേനൂർ ഇരുവിളംകാട് EM മുരളിയുടെ വീടാണ് തകർന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര ടൗണിൽ മുസ്ലിം പള്ളിക്ക് സമീപം ട്രാഫിക് സൈൻ ബോർഡ് ഒടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് വൻ അപകടം സംഭവിക്കാൻ ഇടയാക്കുമെന്ന് മുള്ളൂർക്കര പൗരസംരക്ഷണ സമിതി സെക്രട്ടറി നൗഫൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നൗഫൽ പറഞ്ഞു. 8/5/24 സ്വകാര്യ വ്യക്തിയുടെ കാർ ഇലക്ട്രിക് പോസ്റ്റും ട്രാഫിക് സൈൻ ബോർഡും ഇടിച്ചു തകർക്കുകയും തുടർന്ന് ഒടിഞ്ഞിടക്കുന്ന ട്രാഫിക് സൈൻ ബോർഡ് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. നിരവധി ആളുകൾ തിരക്കേറിയ ഈ റോഡിൽ കാൽനടയായി പോകുന്നുണ്ട്. ഒടിഞ്ഞു നിൽക്കുന്ന സൈൻ ബോർഡ് പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് അപകടം സൃഷ്ടിക്കുന്നു. PWD അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടും ആയത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഇത് മുറിച്ചു മാറ്റി സ്ഥാപിക്കണമെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പൗരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി നൗഫൽ പറഞ്ഞു. ഇതു സംബന്ധിച്ച് ഉന്നതാധികാരികൾക്ക് പരാതി രേഖാമൂലം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. 8/5/24 ഒരു മാരുതി കാർ വന്ന് ഈ ഇലക്ട്രിക് പോസ്റ്റും ഈ PWD സൈൻ ബോർഡും ഇടിച്ച് തകർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റിക്കാർ വേഗം വന്ന് ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി. പക്ഷേ PWD അധികാരികൾ നിരവധി തവണ ഈ വഴി പാസ് ചെയ്തിട്ടും ഇത് ശ്രദ്ധയിൽ പെട്ടതായി ഭാവിക്കുകയോ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ അധികം തിരക്കായ ഈ റോട്ടിൽ കുട്ടികളൊക്കെ മദ്രസയിൽ വന്ന് കുട്ടികൾ മുതൽ സ്കൂൾ കുട്ടികളൊക്കെ നടക്കുന്നൊരു നടപ്പാതയാണ്. ഈ പാതയിൽ വളരെയധികം അപകടമാണ് ഈ സൈൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അടിയന്തരമായിട്ട് അത് എടുത്തു മാറ്റേണ്ടതാണ്. ഇതിന് PWDയുടെ ആപ്പിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വടക്കാഞ്ചേരി റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതിപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ സർക്കാർ ഏജൻസിയാണ് ഈ സംഭവം ഏൽപ്പിക്കുന്നത്. ഭിന്നശേഷി കോർപ്പറേഷൻ, ഞാൻ പറയുന്നത് ചീത്തോണ്ടിട്ട് സാധനങ്ങളെല്ലാം സമയത്ത് കിട്ടുന്നു, സമയത്ത് അവർ സപ്ലൈ ചെയ്യും. ഈ ഓർഡറൊക്കെ വേണേ. അപ്പോൾ ഇപ്പോഴും ചിലത് വന്നിട്ടില്ല, സൈക്കിളുകൾ വന്നിട്ടില്ല, വേറെ ചിലത് വന്നിട്ടില്ല. അരമുറി സാധനങ്ങളാണ് വരിക. ഇനിയിപ്പോൾ അത് കാത്തിക്കണ്ടെന്നുകൊണ്ടാണ് ഉള്ളത് വെച്ച് നിങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളൊരു സമീപനം നമ്മൾ ഇന്ന് ചെയ്യാൻ കാരണം. സ്റ്റാൻഡിംഗ് ഫ്രെയിം, ബോൾസ്റ്റർ സെറ്റ്, ക്രോംപ്ലേറ്റഡ് വീൽ ചെയർ, തെറാപ്പി മാറ്റ്, തെറാപ്പി ബോൾ, ARM ഗേറ്റർ, ഫിംഗർ എക്സസൈസർ, ഡൈനാമിക് കോക്കപ്പ് സ്പ്ലിന്റ്, നീ ബേസ് വിത്ത് ലോക്ക് അഡാപ്റ്റർ, CP വോക്കർ, ലെഗ് ഗേറ്റർ, സെസറി കിറ്റ്, പെഗ് ബോർഡ് എന്നീ ഉപകരണങ്ങളാണ് ഭിന്നശേഷിക്കാരായ 22 പേർക്ക് നൽകിയത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ പ്രത്യൂഷ കാനാത്ത് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, KM ലത, KS ശോഭന, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ
MM ബിന്ദുമോൾ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ, ബിന്ദു, രമേശ്, മൃണാളിനി, മാലിനി, ലക്ഷ്മണൻ, പ്രബിണ, ആനന്ദ് ജി, ICDS സൂപ്പർവൈസർ ഷെർലി ജോസഫ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കിഴായൂർ ആനങ്ങാട്ടുകുളത്തിൽ മീനുകൾ ചത്തുപൊന്തുന്നു. ഏതാനും നാളുകളായി മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മത്സ്യസമൃദ്ധി പദ്ധതി വഴി മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ച മീനുകളാണ് കുളത്തിൽ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നത്. 3 കിലോ തൂക്കം വരുന്ന മീനുകൾ ഉൾപ്പെടെ ഇതിലുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിലെ വെള്ളവും ചത്തുപൊന്തിയ മീനും വിശദ പരിശോധനയ്ക്ക് അയച്ചു. ചത്തുപൊന്തിയ മീനുകളെ നീക്കം ചെയ്തു തുടങ്ങി. പരിശോധനാ ഫലം വരുന്നതുവരെ കുളത്തിലിറങ്ങരുതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. വിശദ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യ വിഭാഗത്തിൻ്റെയും ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. നിരവധി ആളുകൾക്ക് കുളിക്കാനും അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ഭൂഗർഭജല സംവിധാനത്തെയൊക്കെ നിലനിർത്തുന്നത് ഈ കുളമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുളത്തിൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ധാരാളം മീനുകൾ ചത്തുപൊങ്ങുന്നൊരവസ്ഥ ഉണ്ടായി. ഇന്നിപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ആളുകളെ പ്രത്യേക ഏർപ്പാട് ചെയ്തുകൊണ്ട് ഈ ചത്തുപൊന്തിയ മീനുകളെ മുഴുവൻ കരയ്ക്ക് അടുപ്പിച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു പരിശോധന ആവശ്യമാണ്. ലാബിൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനും അതുപോലെ ചത്ത മീനുകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ നഗരസഭ ഏർപ്പാടാക്കുന്നുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ കലർത്തി ബോധപൂർവം ഇത് ചെയ്തതാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണോ എന്നൊക്കെ നമുക്ക് പിന്നീടുള്ള പരിശോധനയിലേ മനസ്സിലാവുള്ളൂ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കടബാധ്യതയിൽപ്പെട്ട ജപ്തി ഭീഷണിയും ഗുണ്ടാഭീഷണിയും നേരിടുന്നവരുടെ പ്രശ്നപരിഹാരത്തിനായി നാഷണൽ ജനതാദൾ പാലക്കാട് ജനസമ്മേളനം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ഉദ്ഘാടനം ചെയ്തു. വട്ടിപ്പലിശക്കാരെ പോലെ തന്നെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകളും സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജോൺ ആരോപിച്ചു. ജനങ്ങൾക്കൊപ്പമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പലരും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വായ്പാ തിരിച്ചടവിന് അവധി നൽകാൻ കഴിയുന്ന സംഭവങ്ങളിൽ പോലും കുടിയിറക്കാനാണ് പണമിടപാട് സ്ഥാപനങ്ങൾക്ക് താൽപ്പര്യം. ഇതിനെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും അഡ്വക്കേറ്റ് ജോൺ പറഞ്ഞു. നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നൌഫിയ നസീർ, ഭാരവാഹികളായ വിൻസെന്റ്, വർഗീസ്, ഇർഷാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 3 മാസം മുമ്പ് തുടങ്ങിയ കോട്ടായി അയ്യങ്കുളത്തിൻ്റെ പണി പാതി പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കുളം പണി തീരാത്തതിനാൽ അനുബന്ധ റോഡ് പണിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കരാറുകാരൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 3 മാസം മുമ്പ് തുടങ്ങിയ കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യംകുളത്തിന്റെ പണി പാതി പോലും പൂർത്തിയായിട്ടില്ല. കുളം പണി സമയബന്ധിതമായി തീർക്കാത്തതിനാൽ കുളത്തിന്റെ വശം ചേർന്നു പോകുന്ന റോഡ് പണിയും തടസ്സപ്പെട്ടു. കരാറുകാരൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് ഭരണക്കാരുടെയും അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മൈനർ ഇറിഗേഷന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത്. 2025 ഫെബ്രുവരി 15-നാണ് കുളത്തിന്റെ പണി തുടങ്ങിയത്. കുളത്തിലെ ചേറും ചെളിയും നീക്കൽ, ചുറ്റുമുള്ള ബണ്ട് തകർന്നത് കെട്ടി ശരിയാക്കൽ, കടവുകൾ ബലപ്പെടുത്തൽ തുടങ്ങിയ പണികളാണ് നടത്തേണ്ടത്. എന്നാൽ ഇതിൽ പകുതി പോലും ആയിട്ടില്ല. കുളത്തിന്റെ വശം ചേർന്നു പോകുന്ന കോഴിയോട് വലിയപറമ്പ് റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. റോഡ് ശരിയാക്കാൻ 30 ലക്ഷം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കുളത്തിന്റെ ബണ്ട് കെട്ടാൻ റോഡിന്റെ വശം ചാലുകീറിയിരിക്കുകയാണ്. ബണ്ട് പൂർത്തിയാകാതെ റോഡ് പണി നടത്താനാകില്ല. കുളം നിറഞ്ഞു കവിഞ്ഞാൽ റോഡ് ഏത് സമയവും തകർന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കുളം പണി സമയബന്ധിതമായി തീർക്കാതെ ജനത്തെ ദുരിതത്തിലാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ രംഗത്തിറങ്ങി. വീടുകളും 1000 ചിൽഡ്രൻ മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണ് കോഴിയോട് ഓടന്നൂർ വലിയ പറമ്പ് പ്രദേശം. ആ പ്രദേശത്തേക്ക് പോണ റോഡാണ് ഈ റോഡ്. ഈ റോഡ് ഏകദേശം ഒരു 150 മീറ്റർ താഴെയാണ് പിന്നെ നേരാക്കാറുള്ളൂ. ഈ 150 മീറ്റർ ആണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് ഭരണസമിതി ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുകയും പഞ്ചായത്ത്
പഞ്ചായത്ത് മെമ്പറിൻ്റെ വാർഡ് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും. പക്ഷേ ഈ ഭാഗത്തേക്ക് ജനങ്ങളെ ശ്രദ്ധിക്കുകയില്ല. വളരെ മോശമായ രീതിക്കാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ജനപ്രതിനിധികൾ മൗനം വെടിഞ്ഞ് പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം എല്ലാ ജനങ്ങളെയും അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വി സുലൈമാൻ, ബി ഷംസുദ്ദീൻ, മുത്തുകുട്ടി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 44 വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സൗമ്യ രഞ്ജിത്ത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട്ടിലെത്തിച്ച് ബിരിയാണി നൽകിയാണ് ഇവർ വാക്കുപാലിച്ചത്. 10ാം ക്ലാസ്സിലെ വിജയം ആഘോഷിക്കാനാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമ്മാനവുമായി അധ്യാപിക എത്തിയത്. സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാകുകയാണെങ്കിൽ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണവും കളികളുമായി കൂടാമെന്ന് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം SSLC റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സായി. എല്ലാവർക്കും സമ്മാനവുമായി വീട്ടിലെത്തി. ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിച്ചു. കളികളും പാട്ടുകളും കഥകളും ഒപ്പം മറ്റു പലഹാരങ്ങളും അവർക്ക് നൽകി. അവർ പറഞ്ഞ ബിരിയാണി നൽകുകയും ചെയ്തു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപികയായ സൗമ്യ രഞ്ജിത്താണ് വ്യത്യസ്തമായ മാതൃകയായത്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, 4 മുന്നൂടി പറയുകയാണ്. നല്ല ക്ലാസ് ആയിരുന്നു. മറ്റു കുട്ടികളെ പോലെ അങ്ങനെ കൂടുതൽ വികൃതിത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അനുസരിച്ചായിരുന്നു. ഒരു അനുസരണശീലം ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാണോ ഇഷ്ടപ്പെടാണോ എന്നറിയില്ല. അപ്പൊ അനുസരിച്ചിരുന്നു. അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള സ്നേഹം. അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചല്ലോ. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗെറ്റുഗദർ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഒരുവിധം 2-3 പേര് വെച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിലും ഇതിൽ പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം. 3 വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടുന്നതിന് ഇതുപോലെ ഒരു അവസരമൊരുക്കിയ ടീച്ചറോട് കുട്ടികൾ നന്ദി അറിയിച്ചു. താൻ ക്ലാസ് ടീച്ചറായ ക്ലാസ്സിലെ 44 കുട്ടികളും തൻ്റെ സ്വന്തം കുട്ടിയെപ്പോലെയാണെന്നും ഇവർക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കുന്നതിനും ഒപ്പം നിൽക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ടെന്നും സൗമ്യ ടീച്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ അഹല്യാഭായ് ഹോൾക്കറുടെ ജന്മ-300 ആഘോഷം നടത്തി. പ്രദർശിനി എന്ന പേരിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സഹായിക്കാൻ മാത്രം ജീവിതം ഉപയോഗിച്ച ഒരാളാണ്. അവരുടെ ഈ ദിനം നമ്മളിതിവിടെ പ്രസിദ്ധമായി ആചരിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഇന്ത്യയുടെ പ്രവർത്തകർ ആദ്യമേ അവരെ അഭിനന്ദിക്കുകയാണ്. ഏതായാലും നല്ലൊരു സംരംഭത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഏതായാലും പിന്നാക്കം നിൽക്കുന്ന ജനഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് സഹായം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മഹത്വത്തുകൾ മാത്രമല്ല, സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. ചടങ്ങിൽ P. വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. കുടുംബത്തിൻ്റെതായി മാറ്റുന്നു. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഗള ഭരണാധികാരികൾ സ്വത്തുകൾ മുഴുവൻ കൊള്ളയെടുത്ത് സ്വന്തം കുടുംബത്തിന് മാറ്റുമ്പോൾ മാൾവയിലെ ഭരണാധികാരിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കർ അവരുടെ സ്വത്ത് നാടിന്റെ വികസനത്തിന്, വിദ്യാഭ്യാസത്തിന്, അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയ്ക്ക്, നാടിന്റെ വികസനത്തിന് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ചിത്രപ്രദർശനം നോക്കിയ സമയത്ത് ഏകദേശം തഞ്ചാവൂർ വരെയുള്ള ക്ഷേത്രങ്ങൾ, നിരവധി ക്ഷേത്രങ്ങൾ അഹല്യാഭായ് ഹോൾക്കർ നിർമ്മിച്ചു ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ജില്ലാ ജനറൽ സെക്രട്ടറി സിനി മനോജ്, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ഗോപകുമാർ, കൗൺസിലർ ലേഖ രമേശ്, ബിന്ദു നാരായണൻ, മുണ്ടായ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, K. T. രവിദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂർ ഹൈസ്കൂളിൽ പഠിച്ച സൗഹൃദം 92 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകനായി എൻ്റെ പിതാവ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ആ കാലത്ത് ഒരു അധ്യാപകനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അച്ഛൻ്റെ ഒരു കുറ്റം കൊണ്ടല്ല,
60 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു അധ്യാപകന്റെ ധാരണയും അധ്യാപകന്റെ അവസ്ഥയും എന്തായിരുന്നു? വളരെ ദയനീയമായിരുന്നു. ഒരു എയ്ഡഡ് സ്കൂളിലെ മാഷക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. തുടർ പഠനം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ വിനി AV ക്ലാസ് എടുത്തു. ചടങ്ങിൽ SSLC +2 വിജയികളെ ഉപഹാരം നൽകി ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. M ഗിരിജ, MP നളിനി, P മണികണ്ഠൻ, EG ഹരിദാസ് എന്നിവർ സംസാരിച്ചു. AC അരവിന്ദാക്ഷൻ സ്വാഗതവും K തരുൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഹെർണിയ ബാധിച്ച് ഓപ്പറേഷന് ശേഷം വിശ്രമിക്കുന്ന ഷൊർണൂർ സ്വദേശി ചിന്നരാമന് സേവാഭാരതിയുടെ കട്ടിൽ. തണുപ്പ് മൂലം നിലത്ത് പായയിൽ കിടക്കാൻ പ്രയാസം നേരിട്ടിരുന്ന ചിന്നരാമന് സേവാഭാരതി സമ്മാനിച്ച കട്ടിൽ വലിയ ആശ്വാസമായി. ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന ഷൊർണൂർ ചുടുവാലത്തൂർ ഞാലിപ്പറമ്പിൽ ചിന്നരാമനാണ് സേവാഭാരതി പ്രവർത്തകർ കട്ടിൽ നൽകിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ചിന്നരാമൻ മഴയെത്തിയതോടെ തണുപ്പ് മൂലം നിലത്ത് കിടക്കാൻ പ്രയാസം നേരിടുന്ന അവസ്ഥയിലായിരുന്നു. ഇക്കാര്യം സേവാഭാരതി പ്രവർത്തകരെ അറിയിച്ചു. വളരെ വേഗം തന്നെ സേവാഭാരതി പ്രവർത്തകർ ചിന്നരാമനെ കട്ടിലെത്തിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണി കുളപ്പുള്ളി, ലക്ഷ്മണൻ ഷൊർണൂർ, സെക്രട്ടറി ബാബു സുബ്രഹ്മണ്യം, മുരളി കോഴിപ്പാറ, സുരേഷ് ബാബു കണയം എന്നിവർ ചിന്നരാമന്റെ വീട് സന്ദർശിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഭാവിയിൽ പഠിക്കാനുണ്ടാവാം അവരുടെ സിലബസിൽ. പക്ഷേ കൊച്ചുകുട്ടികൾ ബാങ്ക് വന്നിട്ട് കാണുന്നു, ബാങ്കിന്റെ ഇടപാടുകൾ, ബാങ്കിന്റെ സൗകര്യങ്ങൾ കാണുന്നു, അവർ വർത്തമാനം പറയുന്നു, അവർ ഞങ്ങളോട് നിർദ്ദേശങ്ങൾ തരുന്നു. അങ്ങനെയുള്ള നല്ല അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ പോയിട്ട് നിങ്ങളുടെ ടീച്ചറോട് പറയണം, ഞങ്ങൾക്ക് ബാങ്ക് ഒന്ന് കാണിച്ചു തരണം. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ 200ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB മനു, ഗോപിനാഥൻ പാലാട്ട്, PK സുശീല, ലത, സജീന്ദ്രൻ, സജിൻ, സൈനുദ്ദീൻ, അബ്ദുൾ സമദ്, ലത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാറമേക്കാവ് കലാക്ഷേത്രത്തിൻ്റെ 25ാം വാർഷികാഘോഷവും പാറമേക്കാവ് രാജപ്പന്മാരാർക്ക് വീരശൃംഖല സമർപ്പണ ചടങ്ങ് രാജരജതവും ഈ മാസം 30-ന് നടക്കും. കഴിഞ്ഞ 40 വർഷമായി പാറമേക്കാവ് ക്ഷേത്രത്തിലെ വാദ്യകലാകാരനാണ് രാജപ്പന്മാരാർ. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ രാവിലെ 10:20-ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മരപ്പാണി സമ്പ്രദായങ്ങൾ എന്ന വിഷയത്തിൽ കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടി മാരാരുടെ പ്രഭാഷണവും നടക്കും. വാർഷികത്തോടനുബന്ധിച്ച് ഇലഞ്ഞിത്തറ മേളത്തിലും പഞ്ചവാദ്യത്തിലും വിവിധ വാദ്യകലകളിലും പ്രമാണിമാരായവരുടെ പേരിൽ വാദ്യകലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ 10 അവാർഡുകൾ വിതരണം ചെയ്യും. 10,000 രൂപ വീതവും ഫലകവുമാണ് അവാർഡ്. ഉച്ചയ്ക്ക് 1 മണിയോടെ നടക്കുന്ന അവാർഡ് ദാന സദസ്സിൽ മന്ത്രി K രാജൻ അവാർഡ് സമ്മാനിക്കും. വൈകിട്ട് 4:30-ന് വീരശൃംഖല സമർപ്പണ സദസ്സ് രാജരജതം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് രാജപ്പന്മാരാർക്ക് വീരശൃംഖല സമർപ്പിക്കും. എളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരി കീർത്തിമുദ്ര സമർപ്പണവും നടത്തും. മംഗളപത്ര സമർപ്പണം കിഴക്കൂട്ട് അനിയന്മാരാർ നിർവഹിക്കും. അപ്പോൾ ഈ 25ാം വാർഷികം ആഘോഷപരമായിട്ട് ചെലവഴിക്കണമെന്നൊരു തീരുമാനം ദേവസ്വം എടുക്കുകയും അതേ തുടർന്നാണ് ഈ 30-ാം തീയതി ഇതിൻ്റെ പരിപാടികൾ കാലത്ത് 10 മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാൻ ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞ് പതിവ് പോലെ കേളി, സോപാന സംഗീതം, മറ്റു അതുകൂടാണ്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പാറമേക്കാവ് ദേവസ്വത്തിൽ പണ്ട് പ്രഗത്ഭരായ പല മാരാന്മാരും പ്രവർത്തിച്ച് പോയിട്ടുള്ളതാണ്. ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര നടപ്പുരയിൽ കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PV നന്ദകുമാർ, ജനറൽ കൺവീനർ V നന്ദകുമാർ,
മാനേജിംഗ് കമ്മിറ്റി അംഗം കെ സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാറ്റൊലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഫസ്റ്റ് ക്വാളിഫയറിൽ നാളെ പഞ്ചാബും ബംഗളൂരുവും ഏറ്റുമുട്ടുകയാണ്. ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖം എത്തുമ്പോൾ ആർക്കാണ് ജയസാധ്യത? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഇത്തവണത്തെ IPL നമ്മൾ കളികൾ വിലയിരുത്തുമ്പോൾ ഗുജറാത്തും ബാംഗ്ലൂരുമാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡായിട്ട് നിൽക്കുന്നത് പോയിന്റ് ഔട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഒരു മുഖം വെച്ച് നമുക്ക് 2 ടീമുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. ഇപ്പോൾ ഗുജറാത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ആയിരിക്കും ജയിക്കുന്നുണ്ടാവും. ടീമുകളും തമ്മിലുള്ള ഈ മത്സരത്തിൻ്റെ ഒരു ഫലം നേരത്തെ കൊണ്ട് പ്രവചിക്കാനുള്ളത് ശ്രമകരമാണ്. 2 ടീമുകളിലും മികച്ച ബാറ്റർമാരും ബോളർമാരും ഉണ്ട്. മികച്ച ക്രിക്കറ്റാണ് ആര് പുറത്തെടുക്കുന്ന അവർ ജയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ തൃശൂരിൽ CPM-ന്റെ ജനകീയ പ്രതിഷേധം. ED കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഏത് ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് എടുക്കാറുണ്ട്. ജയിലിനെ പേടിച്ച് കൊടി താഴെ വയ്ക്കുന്നവരുടെ പാർട്ടിയല്ല CPM എന്നും A. വിജയരാഘവൻ. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കും. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും പരുതൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് ജില്ലാ ഭരണകൂടങ്ങൾ. പാലക്കാട്ട് ആദ്യഘട്ട പരിശീലന പരിപാടികൾ തുടങ്ങി. പ്രാഥമികമായി നടക്കുക വോട്ടർ പട്ടിക ശുദ്ധീകരണം. ഒരുക്കങ്ങൾ ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ നേതൃത്വത്തിൽ. മോട്ടോർ വാഹന മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ വർഷവും കൂടി വരികയാണെന്ന് കെ ബാബു MLA. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കലല്ല സർക്കാരിൻ്റെ ജോലിയെന്നും MLA. പട്ടാമ്പി RTO ഓഫീസിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ധർണ. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് മുഖ്യ ആവശ്യം. മഴ ശക്തമാകുമ്പോൾ കരുതലോടെ നാട്. പട്ടാമ്പിയിൽ MLA-യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. അപകടാവസ്ഥയിലായ സ്വകാര്യ പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയുണ്ടാകും. വിവിധ പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതികൾ തുടരും. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിലെ ഷട്ടറുകൾ ഇനിയും ഉയർത്തിയില്ല. മഴ ശക്തമാകുമ്പോഴും ഷട്ടറുകൾ ഉയർത്താത്തത് തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന ആശങ്ക. തീരവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. പട്ടാമ്പി കിഴായൂരിൽ കുളത്തിലെ മീനുകൾ കൂട്ടമായി ചത്തുപൊന്തുന്നു. മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് മത്സ്യസമൃദ്ധി പദ്ധതി നടപ്പാക്കുന്ന ആനങ്ങാട്ടുകുളത്തിൽ. ആശങ്കയോടെ ജനങ്ങൾ. നഗരസഭാ അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.